സഹചാരി ടൂർസ് പാലക്കാട് സംഘടിപ്പിക്കുന്ന 2 ദിവസം നീണ്ടു നിൽക്കുന്ന മസിനഗുഡി, മുതുമലൈ ടൈഗർ റിസർവ് എന്നിവിടങ്ങളിലേക്ക് ഉള്ള യാത്രയ്ക്കായിട്ടാണ് 24 സഹയാത്രികർക്കും സഹചാരിയുടെ 4 കോർഡിനേറ്റേഴ്സിനുമൊപ്പം ഇന്ന് പാലക്കാട് നിന്നും യാത്ര തിരിച്ചിരിക്കുന്നത്. പാലക്കാട് നിന്നും ബസ്സിൽ യാത്ര തിരിച്ച യാത്രാസംഘം പാലക്കാട്, മണ്ണാർക്കാട്, ഗൂഡല്ലൂർ വഴി മസിനഗുഡിയിൽ എത്തിച്ചേരുകയും അവിടെ നിന്ന് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് യാത്ര തുടരുകയുമാണ് ഉണ്ടായത്. യാത്രാമധ്യേ നിലമ്പൂർ അല്പസമയം വിശ്രമിക്കുകയും അവിടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഉച്ചഭക്ഷണവും കഴിച്ച് അവിടെ നിന്നും യാത്ര തുടരുന്നത്. ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു സഹചാരി ഒരുക്കിയിരുന്നത് എന്ന് പറയാതെ വയ്യ. അവിടെ നിന്നും മസിനഗുഡി വഴി പോകുമ്പോൾ റോഡിന് ഇരുവശങ്ങളിലും ധാരാളം മാൻകൂട്ടമാണ് നമ്മെ സ്വാഗതം ചെയ്യാൻ നിരന്നു നിന്നിരുന്നത്. അങ്ങനെ അവിടെ നിന്നും കുറേ മുൻപോട്ട് പോയി വൈകുന്നേരം ഒരു ചായയ്ക്ക് ശേഷം മറ്റൊരു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് അവിടെ നിന്നും മസിനഗുഡിയിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് നമ്മയും കാത്ത് ഒരു കൊമ്പനാന റോഡ് സൈഡിൽ അങ്ങനെ നിൽക്കുന്നത്. അവനെ കണ്ടതും സഹയാത്രികരെല്ലാവരും അത്യുത്സാഹത്തിലായി. അവൻ്റെ ധാരാളം വീഡിയോകളും ഫോട്ടോകളും ഒക്കെ എടുത്ത് അങ്ങനെ യാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. റോഡിന് ഇരുവശങ്ങളിലുമായി ആനകളെയും ധാരാളം മാൻകൂട്ടത്തെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന മനോഹര കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെ നാം യാത്ര ചെയ്ത് ഇപ്പോൾ മുതുമല ടൈഗർ റിസർവിൻ്റെ മെയിൻ ഗേറ്റും കടന്ന് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നേരം വൈകി തുടങ്ങിയിരുന്നു. അങ്ങനെ മസിനഗുഡി വഴി മുതുമലയിലെത്തുകയും കണ്ട ധാരാളം ദൃശ്യങ്ങളും ഒക്കെ ക്യാമറയിൽ പകർത്തുകയും കുശലങ്ങൾ പങ്കിടുകയും ഒക്കെ ചെയ്ത് ഏതാണ്ട് വൈകുന്നേരം 7 മണിയോടുകൂടി താമസിക്കുന്ന റിസോർട്ടിൽ എത്തിച്ചേരുകയും എല്ലാവർക്കും അലോട്ട് ചെയ്ത റൂമിൽ രാത്രി ഭക്ഷണത്തിന് ശേഷം റെസ്റ്റ് എടുക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം അതിരാവിലെ തന്നെ പുറപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് രാവിലെ 5 മണിക്ക് തന്നെ എല്ലാവരും കൃത്യമായി എഴുന്നേൽക്കുകയും 6 മണിക്ക് തന്നെ പുറപ്പെടുകയും ചെയ്യണം എന്ന് പറഞ്ഞതനുസരിച്ച് അതിരാവിലെ എല്ലാവരും അത്യുത്സാഹത്തോടെ എഴുന്നേൽക്കുകയും രാവിലെ 6 മണിക്ക് തന്നെ മുതുമല ടൈഗർ റിസർവിനുള്ളിൽ മനോഹരമായ കാഴ്ചകൾ കാണാൻ മുതുമല ടൈഗർ റിസർവിൻ്റെ തന്നെ ജംഗിൾ സഫാരിയുടെ വാഹനത്തിൽ അതിരാവിലെ പുറപ്പെടുകയുമാണ്. ഒത്തിരിയേറെ മനം കൊതിപ്പിക്കുന്ന അതിമനോഹര കാഴ്ചയാണ് ഈ ടൈഗർ റിസർവിനുള്ളിൽ നമ്മെ കാത്തിരിക്കുന്നത്. മഞ്ഞിൽ, അതും കോടമഞ്ഞിൽ കുളിച്ചിരിക്കുന്ന മുതുമലൈ ടൈഗർ റിസർവാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. നോക്കത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന ടൈഗർ റിസർവ് കോടമഞ്ഞിൽ കുളിച്ചിരിക്കുന്ന കാഴ്ച തന്നെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് എന്ന് പറയാതെ നിവർത്തിയില്ല. ഈ കോടമഞ്ഞിൽ കുളിച്ചിരിക്കുന്ന കാടിനുള്ളിലൂടെ അതിവേഗം പാഞ്ഞു പോകുന്ന വാഹനങ്ങൾ മറ്റൊരു മനോഹര കാഴ്ചയാണ്. ഇങ്ങനെ ഈ മനോഹര കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഒരു കൊമ്പനാന നമ്മെയും കാത്തുന്ന പോലെ ഈ ടൈഗർ റിസർവിനുള്ളിൽ നിൽക്കുന്നത് കണ്ടത്. ഈ ഒറ്റക്കൊമ്പനെ കണ്ടതും നമ്മുടെ യാത്രാ സംഘത്തിലെ എല്ലാവരും ഒന്ന് ഉണരുകയും ആവേശത്തിലാവുകയും ഇനി എന്തെല്ലാം കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാത്തിരിക്കുന്നത് എന്നറിയാനുള്ള ആവേശത്തിൽ ആവുകയും ചെയ്തു. അങ്ങനെ ഒറ്റക്കൊമ്പൻ്റെ
ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുത്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്കൊപ്പം ഒറ്റക്കൊപ്പനും നമ്മെ അനുധാവനം ചെയ്യുന്ന വണ്ണം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഈ മനോഹര കാഴ്ചകൾ കണ്ട് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ കോടമഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന മുതുമലൈ ടൈഗർ റിസർവിൻ്റെ അനധിദൂരത്തിലുള്ള കാഴ്ചകൾ നമ്മെ കൂടുതൽ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. ഇങ്ങനെ നാം കുറേ മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു കൂട്ടം മാനുകളാണ് നമ്മെയും കാത്ത് റോഡ് സൈഡിൽ നിൽക്കുന്നത്. ധാരാളം മാനുകളെയും ആനകളെയും കാട്ടുപോത്തിനെയും മുയലുകൾ, കീരികൾ, മയിലുകൾ എന്നിങ്ങനെ ധാരാളം മൃഗങ്ങളെയും നമുക്ക് ഈ മുതുമലൈ ടൈഗർ റിസർവിനുള്ളിൽ കാണാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങൾ വെച്ച് ധാരാളം വന്യമൃഗങ്ങളെ ഇവിടെ കാണാൻ സാധിക്കും എന്ന് നമ്മുടെ ടൂർ ഓപ്പറേറ്റേഴ്സ് നമുക്ക് കാലങ്ങളിൽ വേണ്ട നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ എല്ലാവരും അത്യുത്സാഹത്തോടെ ഈ മുതുമല ടൈഗർ റിസോർട്ടിനുള്ളിലെ മനോഹരമായ കാഴ്ചകൾ കാണാനായി ഈ മുതുമലൈ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലൂടെ വാഹനത്തിൽ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മുതുമല ടൈഗർ റിസർവ് ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ ഊട്ടിക്കടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ബണ്ടിപ്പൂർ തുടങ്ങിയ മറ്റ് അനവധി റിസർവുകളും ഇതിനോട് അടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട്. മുതുമല ടൈഗർ റിസർവിൻ്റെ റിസപ്ഷൻ സെൻറ്ററിൽ എത്തുകയും ഇവിടെ നിന്നും ജംഗിൾ സഫാരിക്കുള്ള ടിക്കറ്റ് എടുത്ത് ഈ മുതുമല ടൈഗർ റിസർവിൻ്റെ സഫാരി വാഹനത്തിനുള്ളിൽ നാം ഇപ്പോൾ മുതുമല ടൈഗർ റിസർവിന് ഉള്ളിലൂടെയുള്ള യാത്രയ്ക്കായി തയ്യാറെടുക്കുകയുമാണ്. രാവിലെ കോടമഞ്ഞിൽ പുതഞ്ഞിരിക്കുന്ന വനമേഖല ആയതുകൊണ്ടും ഊട്ടിക്ക് അതിസമീപം ആയതുകൊണ്ടും രാവിലെ നല്ല തണുപ്പുണ്ട്. ഏതാണ്ട് 7.5 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്ന് രാവിലെ തണുപ്പ്. നമുക്കത്ര പരിചയമല്ലാത്ത ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ എല്ലാവരും തൊപ്പിയും ജാക്കറ്റും ഒക്കെ അണിഞ്ഞ് തണുപ്പിനെ പ്രതിരോധിക്കാൻ അങ്ങനെ നമുക്ക് യാത്ര ചെയ്യാനുള്ള ടൈഗർ റിസർവിൻ്റെ ജംഗിൾ സഫാരിയുടെ ബസ് വരികയും അതിൽ എല്ലാവരും കയറി കാടിനുള്ളിലേക്കുള്ള യാത്ര തിരിക്കുകയുമാണ്. ജംഗിൾ സഫാരി സ്ഥിരം നടത്തുന്ന മലയാളം അറിയാവുന്ന ഒരു ഡ്രൈവറാണ് നമ്മുടെ ജംഗിൾ സഫാരിയുടെ സാരഥിയായി നമുക്ക് ലഭിച്ചത്. അദ്ദേഹം യാത്രയ്ക്ക് ഉടനീളം ഈ ടൈഗർ റിസർവിനെ പറ്റിയും ഇവിടെ സാധാരണയായി കാണുന്ന മൃഗങ്ങളെ പറ്റിയും ഒക്കെ വാചാലനായി സംസാരിച്ചു കൊണ്ടിരുന്നു. ഒപ്പം നമ്മുടെ ടൂർ കോർഡിനേറ്റേഴ്സും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നുകൊണ്ടിരുന്നു. കോടമഞ്ഞിൽ പുതഞ്ഞ് കിടക്കുന്ന ഈ ടൈഗർ റിസർവിനുള്ളിലെ കാഴ്ചകൾ തന്നെ അതിമനോഹരമാണ് എന്ന് നാം സമ്മതിക്കേണ്ടി വരും. കാരണം ഏതാണ്ട് 250 ചതുരശ്ര മൈൽ വിസ്തീർണത്തിൽ നീണ്ടുകിടക്കുന്ന ഒരു റിസർവ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം മൃഗങ്ങളെയും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. ഇങ്ങനെ നാം വനത്തിനുള്ളിലൂടെ കടന്നു പോകുമ്പോൾ ധാരാളം മാൻകൂട്ടങ്ങളാണ് നമ്മെയും കാത്ത് ഈ ഇരു റോഡ് സൈഡിലും നിൽക്കുന്നത്. വാഹനത്തിൻ്റെ ഒച്ച കേട്ട് തെല്ലൊന്ന് പരിഭ്രമിച്ചിട്ട് എന്ന വണ്ണം അല്പം നിൽക്കുകയും അതിനുശേഷം നമ്മുടെ മുൻപിലൂടെ ഓടി റോഡ് കടന്ന് പോകുന്ന മാൻകൂട്ടങ്ങൾ ഒരു വിസ്മയ കാഴ്ച ആണെന്ന് പറയാതിരിക്കാൻ വയ്യ. അത്രയേറെ മനോഹരമാണ് ഈ മാൻകൂട്ടത്തെ നാം കാണുന്ന മനോഹരമായ കാഴ്ചകൾ. ഇങ്ങനെ നാം
ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ നിന്നും മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് റോഡ് സൈഡിൽ മറ്റനേകം ജീവികളെയും കാണാൻ സാധിക്കുന്നതാണ്. മയിലുകൾ, കാട്ടുപോത്തുകൾ, കീരി, മുള്ളൻ പന്നി, മയില്, പ്രാവുകൾ, പരുന്തുകൾ, അണ്ണാൻ തുടങ്ങിയ ധാരാളം വന്യമൃഗങ്ങളെയും നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. അതിരാവിലെ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വന്യജീവികളും നമുക്ക് അത്ര ക്ലിയറായി നമ്മുടെ ക്യാമറയിൽ ഉള്ളൂ. കാരണം മഞ്ഞും മൂടി കിടക്കുന്നത് കൊണ്ട് തന്നെ ക്ലാരിറ്റി നന്നേ കുറവായതുകൊണ്ട് ഈ വന്യമൃഗങ്ങളുടെയൊക്കെ ഫോട്ടോ ക്ലിയറായി എടുക്കാൻ ഉള്ള സാങ്കേതിക ബുദ്ധിമുട്ടും നന്നേ അനുഭവിച്ചു. ഇങ്ങനെ ഇവിടെയുള്ള ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നാം അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്കൊപ്പം ധാരാളം മറ്റ് യാത്രികരും പലവിധ വാഹനങ്ങളിൽ നമുക്കൊപ്പവും നമ്മുടെ മുമ്പിലും ഒക്കെയായി ഈ മനോഹര കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രധാനമായും ഗ്രൂപ്പുകൾക്കായി മിനി ബസ്സുകളും അല്ലാത്ത യാത്രികർക്കായി ജീപ്പുകളും ഒക്കെയാണ് സഫാരിക്കായി ഒരുക്കിയിട്ടിരിക്കുന്നത്. രാവിലെ 6 മണി മുതൽ 10 മണി വരെയും വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെയുമാണ് ഇവിടെ സഫാരിക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഇവിടുത്തെ ഭരണകൂടം ഒരുക്കിയിട്ടിരിക്കുന്നത്. ഓരോ ദിവസവും ധാരാളം യാത്രികരാണ് യാത്രയ്ക്കായി ഇവിടെ എത്തുന്നതും ഇവിടുത്തെ ഈ മനോഹര കാഴ്ചകൾ കാണുന്നതും. വാരാന്ത്യങ്ങളിൽ പ്രത്യേകിച്ചും ഇവിടെ നല്ല തിരക്കായിരിക്കും. കാരണം തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഒപ്പം കേരളത്തിൽ നിന്നും എത്തുന്ന ധാരാളം യാത്രികരാണ് ഓരോ ദിവസവും ഇവിടെ എത്തിച്ചേരുന്നത്, പ്രത്യേകിച്ചും വാരാന്ത്യങ്ങളിൽ. ഊട്ടിക്ക് പോകുന്ന വഴിയിൽ ആയതുകൊണ്ട് തന്നെ ഊട്ടിയിലേക്ക് സ്വന്തം വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന യാത്രികർ ഈ വഴി കടന്നാണ് പോകുന്നത് എന്ന് കൊണ്ട് മാത്രം ഇവിടെ നിർത്തി ഇവിടുത്തെ ധാരാളം കാഴ്ചകളും കണ്ട് തങ്ങളുടെ യാത്ര ആസ്വാദ്യകരമാക്കിയാണ് ഇവിടെ നിന്നും യാത്ര തിരിച്ച് ഊട്ടിയിലും മറ്റ് സ്ഥലങ്ങളിലും എത്തിച്ചേരുക. അത്രയേറെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് എന്ന് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. മുതുമലയോ മസിനഗുഡിയോ അത്രയേറെ വലിയ പട്ടണങ്ങളൊന്നുമല്ലെങ്കിലും യാത്രികരെ കൊണ്ടും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിലൂടെയുമാണ് ഇവിടെയുള്ള ആൾക്കാർ ജീവിക്കുന്നത്. ട്രെക്കിങ്ങിന് ആയി ജീപ്പുകളും സഫാരിക്കായി തങ്ങളുടെ വാഹനങ്ങളും അതുപോലെ തന്നെ യാത്രികർക്ക് വേണ്ട ഭക്ഷണവും താമസ സൗകര്യവും ഒക്കെ ഒരുക്കി കൊടുത്തുകൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർ തങ്ങളുടെ ജീവനമാർഗം കണ്ടെത്തുന്നത്. ഇങ്ങനെ നാം പോകുമ്പോൾ നമ്മയും കാത്ത് 2 മാനുകൾ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഈ മാനുകളെയും കണ്ട് അവയുടെ ഫോട്ടോയൊക്കെ എടുത്ത് കുറേ കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മയും കാത്ത് മറ്റൊരു അത്ഭുത കാഴ്ചയാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. കാരണം നമുക്ക് മുന്നേ വന്ന ജീപ്പുകളൊക്കെ നിർത്തിയിട്ട് എന്തോ കാണുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായപ്പോൾ അവിടെ എന്തോ ഒരു മനോഹരമായ കാഴ്ച നമ്മയും കാത്ത് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുകയും എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിയുകയും ചെയ്തു. അങ്ങനെ നാം ആ മനോഹരമായ കാഴ്ച എന്തായിരിക്കും എന്ന് കാണാനായി ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് കുറേയേറെ ദൂരത്ത് നമ്മുടെ വലതുവശത്തായി ഒരു വലിയ കൊമ്പനാന നിൽക്കുന്നത്. കുറേ നേരം അതിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണുകയും കുറേയേറെ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുക്കുകയും ചെയ്തതിനു ശേഷം നാം മുന്നോട്ട് നീങ്ങുമ്പോൾ കോടമഞ്ഞിൻ്റെ കനം കൂടി വരികയും മുന്നോട്ടുള്ള കാഴ്ചകൾ മങ്ങുകയും ചെയ്തു. എന്നാലും നമുക്ക് മുന്നിലായി പോകുന്ന ഒരു ജീപ്പും അതിലെ യാത്രികരെയും നമുക്ക് വളരെ അസ്പഷ്ടമായി എങ്കിലും കാണാൻ സാധിച്ചു. ഇങ്ങനെ കുറേ
ഏറെ നേരം ഏതാണ്ട് 1 മണിക്കൂറിലേറെ സമയം നാം ഈ മുതുമലൈ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലൂടെയുള്ള സഫാരി വാഹനത്തിലിരുന്നുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ട് നാം ഇപ്പോൾ നമ്മുടെ അനുവദിച്ച 1 മണിക്കൂർ യാത്രാ സമയം അവസാനിക്കാറായതുകൊണ്ട് തന്നെ ഈ ടിക്കറ്റ് കൗണ്ടറിലേക്ക് തിരികെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നാം ബസ്സിൽ നിന്നിറങ്ങി നമ്മുടെ സ്വന്തം വാഹനത്തിൽ വേണം നമ്മുടെ മുന്നോട്ടുള്ള യാത്ര തുടരാനായി. അങ്ങനെ സഹയാത്രികർക്കൊപ്പം ഞാനും ഇവിടെ നിന്നും സഫാരിയുടെ വാഹനത്തിൽ നിന്നിറങ്ങി ഇവിടെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന എലിഫൻ്റ് ക്യാമ്പിനെ ലക്ഷ്യമാക്കി സഹയാത്രികർക്കൊപ്പം നടന്ന് മുന്നോട്ട് നീങ്ങുകയാണ്. മുതുമലൈ ഏറ്റവും കൂടുതൽ ആനകൾ ഉള്ള ഒരു റിസർവ് ഫോറസ്റ്റാണ് എന്നതാണ് സത്യം. ടൈഗർ റിസർവ് എന്നാണ് ഇത് അറിയപ്പെടുന്നതെങ്കിലും ഇവിടെ പുലികളെ വളരെ റെയറായി മാത്രമേ കാണാൻ സാധിക്കൂ. വാഹനത്തിൽ നിന്നിറങ്ങി എലിഫൻ്റ് ക്യാമ്പിലേക്ക് നടന്ന് നീങ്ങുന്ന സഹയാത്രികർക്കൊപ്പം ഞാനും ഈ എലിഫൻ്റ് ക്യാമ്പിലെ അത്ഭുത കാഴ്ചകൾ കാണാനായി ഇങ്ങോട്ട് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എലിഫൻ്റ് ക്യാമ്പിൽ ധാരാളം ആനകളെ വളർത്തുകയും അവയ്ക്ക് വേണ്ട പരിശീലനം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ആനകളെ കാണാനും പല വിധത്തിലും പല രൂപത്തിലുമുള്ള ആനകൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും ഈ ആനകളെ ഫീഡ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യം ഇവിടുത്തെ ഭരണകൂടം നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ വരുമ്പോഴാണ് മറ്റൊരു വിസ്മയിപ്പിക്കുന്ന കാഴ്ച നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. അത് മറ്റൊന്നുമല്ല, ഇവിടെയുള്ള ഒരു മരത്തിൽ നിറയെ ഇരിക്കുന്ന സിംഹവാലൻ കുരങ്ങുകളുടെ ഒരു വലിയ കൂട്ടം തന്നെയാണ്. കോടമഞ്ഞിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ വ്യക്തമായ കാഴ്ചകൾ ഫോട്ടോയിൽ ക്യാമറയിൽ പകർത്താനായില്ല. അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ ആണ് നമുക്ക് വലിയൊരു കാട്ടുപോത്തിനെയും അതുപോലെ തന്നെ റോഡ് സൈഡിൽ നിൽക്കുന്ന ധാരാളം ആനകളെയും കാണാൻ സാധിച്ചത്. ഇങ്ങനെ ഇവിടെയുള്ള ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് എലിഫൻ്റ് ക്യാമ്പിനോട് വിട പറഞ്ഞ് നാം തിരികെ നമ്മുടെ റിസോർട്ടിലേക്ക് എത്താനായി നമ്മുടെ തന്നെ ബസ്സിൽ മുന്നോട്ട് നീങ്ങുകയാണ്. ഇങ്ങനെ നാം ബസ്സിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് പിന്നെയും കുറേയേറെ നല്ല കാഴ്ചകളാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. റോഡ് സൈഡിൽ ഉടനീളം ആനകളും മറ്റ് വന്യജീവികളും മയിലുകളും ഒക്കെ ധാരാളമായി നമുക്ക് കാണാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ നമ്മെ തുള്ളിച്ചാടി വരവേൽക്കാനായി നിൽക്കുന്ന ധാരാളം മാനുകളെയും ധാരാളം മാൻകൂട്ടങ്ങളെയും നമുക്ക് കാണാൻ സാധിച്ചു. ഇങ്ങനെ ഈ മുതുമലൈ റിസർവ് ഫോറസ്റ്റിൻ്റെ മനോഹരമായ കാഴ്ചകളും മൂടൽമഞ്ഞിൽ മുങ്ങിയുള്ള പ്രഭാതത്തിലെ അതിമനോഹരമായ കാഴ്ചയും ധാരാളം വന്യമൃഗങ്ങളെയും ഒക്കെ കണ്ട് ഒത്തിരിയേറെ സന്തോഷത്തോടെ സഹയാത്രികർക്കൊപ്പം മുതുമലയോടും മസിനഗുഡിയോടും ഈ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് ഒരുക്കിയ സഹചാരി ടൂർസ് പാലക്കാട് ഇതിനോടും ഇതിലെ ടൂർ കോർഡിനേറ്റേഴ്സിനോടും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ മടക്കയാത്ര ആണ് ഇനി തിരിച്ച് നാട്ടിലേക്കുള്ള മടക്കയാത്ര.